നമ്മുടെ ഹൾക്കിന് എന്തുമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം കോമിക്സിൽ ഭൂമിയിനേക്കാൾ 3 മടങ്ങോളം വലിപ്പമുള്ള ഒരു പാറക്കല്ല് ഒറ്റ പഞ്ചിൽ തകർത്തവനാണ് നമ്മുടെ ഹൾക്ക്. അതുപോലെ തന്നെ അവഞ്ചേഴ്സിനെ രക്ഷിക്കാനായിട്ട് കോമിക്സിൽ തന്നെ ഒരു വലിയ മല, അതിൻ്റെ ഭാരം എത്രയെന്ന് പോലും പറയാനായിട്ട് സാധിക്കില്ല, ആ ഒരു മല 5 ദിവസത്തോളം ഉയർത്തി നിർത്തിയിട്ടുള്ളവനാണ് നമ്മുടെ ഹൾക്ക്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹൾക്ക് വീസസ് ഹൾക്ക് ബസ്റ്ററിനകത്ത് നമ്മുടെ ഹൾക്കിൻ്റെ പവേഴ്സ് മാത്രമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇതേ ഹൾക്കിന് 2-3 വീക്ക്നെസ് ഉണ്ട്. പക്ഷേ 2 ടൈമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് 2008 ഇറങ്ങിയ ഇൻക്രെഡിബിൾ ഹൾക്ക്. കാരണം ഇൻക്രെഡിബിൾ ഹൾക്കിനകത്ത് ഹൾക്കിനെ സൗണ്ട് വെച്ച് തടയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, പക്ഷേങ്കിൽ ആ സൗണ്ടിനെ പോലും ഹൾക്ക് കുറച്ച് നേരത്തേക്ക് തടഞ്ഞ് നിർത്തിയ ശേഷം ഹൾക്കിന് കലിപൂണ്ട് കഴിഞ്ഞ ശേഷം ആ ഒരു സൗണ്ട് വരുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് തന്നെ ഹൾക്ക് തകർത്തെറിയുന്നുണ്ട്. അതുപോലെ കലിപ്പ് കയറിയപ്പോൾ ആണ് ഹൾക്ക് അത് ചെയ്തത്. അപ്പം വീക്ക്നെസ് എന്ന് പറയുകയാണെങ്കിൽ ഹൾക്കിന് സൗണ്ട് അല്ല, സൗണ്ടിനെ ഹൾക്കിന് തടഞ്ഞു നിർത്താനും ഡിഫീറ്റ് ചെയ്യാനും ഹൾക്കിന് സാധിക്കും. പക്ഷേ രണ്ടാമത് പറഞ്ഞ വീക്ക്നെസ് എന്ന് പറയുകയാണെങ്കിൽ ഹൾക്കിനൊന്നും തൊട്ടാൻ പോലും പറ്റില്ല. കാരണം അത് 2015 കാണിച്ച ഏജ് ഓഫ് അൾട്രോണിൽ തന്നെയാണ്. ഇതേ ഹൾക്ക് ബസ്റ്റർ വീസസ് ഹൾക്കിനകത്ത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഹൾക്ക് ഒരു പോലീസുകാരനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, അപ്പം ടോണി ആണെങ്കിൽ ഒരു കൂട് പോലത്തെ സാധനം ഇടുന്നുണ്ട്. അപ്പം ആ കൂടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വന്ന ഹൾക്കിനെ ഇലക്ട്രിക് അടിച്ച് പുറത്തോട്ട് പോകാതെ അകത്തോട്ട് തന്നെ ഇടുന്നുണ്ട്. അതിനുശേഷം ഹൾക്ക് അത് തകർക്കാൻ ശ്രമിച്ച് കാണും, പക്ഷെ എന്നിട്ടും തകർക്കാൻ പറ്റില്ല. കാരണം ഇലക്ട്രിക് അപ്പം ഹൾക്കിന് വീക്ക്നെസ്സാണ്. അതിനുശേഷം ഹൾക്ക് എന്താ ചെയ്തത്, തകർക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടിഞ്ഞ താഴെ വശം തകർത്തിട്ടാണ് ഹൾക്ക് പുറത്തോട്ട് വരുന്നത്. അപ്പം ഈ 2 വീക്ക്നെസ്സാണ്. സൗണ്ട് വീക്ക്നെസ് അല്ലെന്നല്ല, വീക്ക്നെസ്സാണ്. പക്ഷേ ഇലക്ട്രിക് ആണ് ഏറ്റവും പവർഫുള്ളായ വീക്ക്നെസ്. ഇത് മാത്രമേ ഉള്ളൂ ഹൾക്കിന് വീക്ക്നെസ് ആയിട്ടുള്ളത്.